BJP 2014 കാലഘട്ടത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. BJP ഈ ഇടക്കാലത്ത് BJPയുടെ കേന്ദ്ര നേതൃത്വവും RSSും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചിരുന്നു. ഒപ്പം തന്നെ BJPയിലേക്ക് അമിത്ഷാ മോദി കൂട്ടുകെട്ടിലേക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വം ചുരുങ്ങിയതായും ചില ആക്ഷേപങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിൽ BJP അടിമുടി മാറാൻ ഒരുങ്ങുകയാണ്. ദേശീയ നേതൃത്വം പൂർണ്ണമായി തന്നെ മാറും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. JP നദ്ദ മാറി ശിവരാജ് സിംഗ് ചൗഹാനെ ആ പോസ്റ്റിലേക്ക് നിയോഗിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ നിതിൻ ഗഡ്കരി ഒരു കീ റോൾ പോസ്റ്റിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഇനി RSSുമായി കൂടി ആലോചിച്ചല്ലാതെ BJPയിൽ ഒരു അഴിച്ചുപണിയോ മറ്റുള്ള കാര്യങ്ങൾക്കോ BJPക്ക് നീങ്ങാൻ കഴിയില്ല. അങ്ങനെ അനവധി കാര്യങ്ങളിലേക്ക് BJP നീങ്ങുന്നു. നമുക്കറിയാം 2014 BJP അധികാരം പിടിക്കുമ്പോഴും 2019 കുതിക്കുമ്പോഴുമൊക്കെ ഒറ്റക്കെട്ടായി സംഘപരിവാർ നിൽക്കുകയും അവർ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തിരുന്നു. അത് കൂടിയാലോചനകൾ കൂടിയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കൂടിയാലോചനകൾ പലയിടത്തും നടന്നിട്ടില്ല. അത് പരാജയത്തിന് കാരണമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ RSSന്റെ കൂടി നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും ദേശീയ നേതൃത്വത്തിൻ്റെ അധ്യക്ഷനെയും മറ്റുള്ളവരെയും നിയമിക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ സംഘടനാ സെക്രട്ടറി, അത് RSS വിട്ടു നൽകുന്ന പ്രചാരകന്മാരാണ് സംഘടനാ സെക്രട്ടറി പല സംസ്ഥാനത്തും. അവരിൽ പലരെയും തിരിച്ചു വിളിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. പുതിയ ആൾക്കാരെ ഒരുപക്ഷെ നിയമിച്ചേക്കും. ഏതായാലും നദ്ദയുടെ കാലാവധിയും കഴിയാറായിരിക്കുന്നു. നദ്ദയ്ക്ക് ഒരു മന്ത്രിസ്ഥാനമോ ഇല്ലെങ്കിൽ രാജ്യസഭയിലെ ഉപാധ്യക്ഷ പദവിയോ നൽകിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാറ്റമുണ്ടാകുന്നത്. വീണ്ടും ഈ ഒരു ഇതിലേക്ക്, അതായത് RSSന്റെ തന്നെ നേതൃത്വത്തിലേക്ക് ഒരു BJP പതുക്കെ നീങ്ങുന്നു എന്നുള്ളതിൻ്റെയാണ് ഒരു സൂചന പുറത്തു വരുന്നത്. ഏതായാലും വിവിധ സംസ്ഥാന നേതാക്കളടക്കം മാറ്റങ്ങളുണ്ടാകും. രാജ്യത്ത് എല്ലായിടത്തും പ്രത്യേകിച്ച് പരാജയപ്പെട്ട സംസ്ഥാനങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നടക്കുക. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.